ഹലോ ഗായ്സ്, ഞങ്ങൾ ഈ അതിരാവിലെ എവിടെ പോവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വെറുതെ ഒരു സഡൻ പ്ലാൻ ഇട്ടായിരുന്നു. ഏർലി മോർണിംഗ് ഒരു ജെയിൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യാം. പിന്നെ അവിടെ ഒരു ഹിൽ സ്റ്റേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ട്രക്കിങ്ങും ആവും. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരാണ് ഞങ്ങളിപ്പോൾ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ കറക്റ്റ് 6 മണിക്ക് ഇറങ്ങാമെന്നായിരുന്നു പ്ലാൻ. 6 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തി. ആസ് യൂഷ്വൽ എൻ്റെ ഫ്രണ്ട്സ് ലേറ്റാണ്. ഇപ്പോൾ അതേ സമയം 6:10 ആവാറായി. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അവർ വന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദിയാമോ. ഇനിയിപ്പോൾ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും വന്ന് ഞങ്ങൾ യാത്ര തുടർന്നു. ഇപ്പോഴാണ് കുറച്ചൊക്കെ വെട്ടം വന്നത്. ഇറങ്ങിയ സമയത്ത് തീരെ വെട്ടം ഉണ്ടായിരുന്നില്ല. ആദ്യം തന്നെ നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വന്നിരുന്നത്. റഹീമ് മാത്രം പൂരിയും ഞങ്ങളൊക്കെ ദോശയും ഇഡ്ഡലിയാട്ടോ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും കറക്റ്റ് 9 മണിയായി. നേരത്തെ എത്തണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ലേറ്റായി. ആ കാണുന്ന ടെമ്പിളാണ് ഞാൻ ഉദ്ദേശിച്ച ടെമ്പിൾ, ജെയിൻ ടെമ്പിൾ. ഇതൊരു മയിലിൻ്റെ ഷേപ്പിലുള്ള സംഭവമാട്ടോ. അങ്ങനെ നമ്മളെത്തി. ഇനിയിപ്പോൾ ട്രക്കിങ്ങിന് പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വെയിലാട്ടോ ഇവിടെ. എൻ്റെ വ്ളോഗിൽ എല്ലാവരും ഹായ് പറയൂ. കിട്ടിയില്ല നിന്റെ ഹായ്. ആ സൈനബാത്ത വന്നുണ്ട്. വാ. മല ഇങ്ങനെ ചെരുപ്പില്ലാതെ കയറാനാണ് ഞാൻ ക്യാമറ കാണിച്ചു കൊടുക്കാം. ബാക്ക് ക്യാമറ ഇവിടെ. ടൈഗറിന്റെ മുഖം നോക്കൂ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. പിന്നെന്താ ആ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് വരണം, വെയിൽ ആറിയതിന് ശേഷം. എൻട്രി ഫീസ് ഒന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് നമുക്കൊരു 90 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഒരു 3 hours ഒക്കെ എടുക്കും റൈഡിന്. ബൈക്ക് റൈഡൊക്കെ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് ഇറങ്ങി ഇതുപോലെ വരാൻ പറ്റും. പിന്നെ നമ്മളിത് ടെമ്പിളിൻ്റെ അകത്തേക്ക് പോവുകയാണ്. അത്ര തിരക്കില്ല, രാവിലെ ആയതുകൊണ്ട്. വീക്കെൻഡ് ആണെങ്കിലും അത്ര തിരക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ദേ ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തി തരാം. ആ ഫ്രണ്ടിൽ വരുന്ന ബ്ലാക്ക് ടീഷർട്ടാണ് മാളു. പിന്നെ കാർത്തിക്, ഇത് മാളുടെ ഹസ്ബൻഡാണ്. പിന്നെ ആതിരേനെ ആക്ച്വലി നിങ്ങൾ മുന്നത്തെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നൊന്നുമില്ല. ടെമ്പിളിൻ്റെ അകത്ത് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ദേ ആ കാണുന്ന മലയാണ് കയറാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല വെയിലും ആയതുകൊണ്ട് നല്ല സ്റ്റെപ്പ് ഉണ്ട് മേലേക്ക്. നമ്മൾ ഓരോ കരിക്ക് കുടിച്ചിട്ട് കയറാമെന്ന് വെച്ചു, ഓൾ പ്രിപ്പറേഷനൊക്കെ എടുത്തിട്ട്. ഓട്ടോ ഉണ്ട്, ഓട്ടോ വഴി നമുക്ക് പോകാൻ പറ്റും. പക്ഷെ ഞങ്ങൾ കയറാമെന്ന് വിചാരിച്ചു. ഓക്കെ ഓക്കെ. നമ്മളെല്ലാവരും കൂടി കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഒത്തുകൂടിയത്. അതുകൊണ്ട് ഫുൾ അലമ്പ. ഞങ്ങൾ എപ്പോൾ കൂടിയാലും കുറച്ച് അലമ്പത്തരമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വെറും പട്ടിഷോ. നിങ്ങളൊക്കെ എന്റെ ഫ്രെയിമിലുണ്ട്. ഇതാ കാണുന്ന മലയാണ് നമ്മൾ കയറാൻ പോകുന്നത്. അതെ, കറക്റ്റ് വവ്വാല് പോലെ ഉണ്ട്. നല്ല റോഡ് കിടപ്പുണ്ട്. വെറുതെ അവന്മാർക്ക് നമ്മുടെ വണ്ടി ഇങ്ങോട്ട് അനുവദിച്ചുകൂടെ? അത് അനുവദിക്കും. ഒരു ട്രക്കിംഗ് ഒക്കെ വേണമല്ലോ. അങ്ങനെ ട്രക്കിംഗ് വേണം എന്ന് മാളുടെ അഭിപ്രായത്തിൻ്റെ പുറത്ത് ഞങ്ങൾ കയറി തുടങ്ങി. ഈ കാണുന്ന സ്റ്റെപ്പാട്ടോ, കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നില്ല. ഒരു 10-500 സ്റ്റെപ്പ് ഉണ്ട്. ഈ വെയിലത്ത് ഇതൊക്കെ കയറി വന്നപ്പോഴത്തേക്ക് ആദ്യം ടയേർഡായ ആൾ മാളുമാണ്. പിന്നെ ഞങ്ങളെല്ലാവരും, റഹീമ് മാത്രം ഈസി ആയിട്ട് കയറിപ്പോയി. ഞങ്ങളെല്ലാവരും മുകളിലെത്തിയപ്പോഴേക്കും തീരെ വയ്യാതെ ക്ഷീണിച്ചിട്ട് കുറച്ച് കയറും പിന്നെ റെസ്റ്റ് എടുക്കും, കുറച്ച് കയറും റെസ്റ്റ് എടുക്കും. അങ്ങനെയാണ് നമ്മൾ മുകളിലെത്തിയത്. മുകളിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ
ആ സ്റ്റെപ്പിൽ കുറേ നേരം അവിടെ ഇരുന്ന് ഓറഞ്ചും നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചിരുന്നു. മേലെ കാണാൻ നല്ല ഭംഗിയാണ്. എന്നാൽ ഈ കയറി വന്നതിൻ്റെ ഒരു വർത്താണോന്ന് ചോദിച്ചാൽ ഓട്ടോയ്ക്ക് വന്നാലും മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് പ്ലാസ്റ്റിക് മരം കേട്ടോ. നമ്മൾ താഴെ നോക്കുമ്പോൾ വിചാരിക്കും ഒറിജിനലാണെന്ന്, പക്ഷേ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ മോളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ല വ്യൂ ആണ് താഴത്തേക്ക്. ഓറഞ്ചും നബാട്ടയും ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ ഇരുന്നു കഴിച്ചു ഗൈസ്. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് കത്തി വെച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങി വന്നു. ഇറങ്ങാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കയറുന്നതിൻ്റെ അത്ര. അങ്ങനെ നമ്മുടെ വ്ളോഗ് ഏകദേശം അവസാനിക്കാറായി. തിരിച്ച് പോകുന്ന വഴി നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ കഴിച്ചു. നല്ല സന്തോഷമായി പിരിഞ്ഞു. അങ്ങനെ നല്ലൊരു വെൽ സ്പെൻഡ് ഡേ ആയിരുന്നു ഇന്ന്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.